കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി. നടുവട്ടം സ്വദേശി ഫൗസിയക്കേറ്റ ആ അപകടത്തിന്റെ വിവരങ്ങൾ നൽകുന്നു റിയാസ് കെ. കോഴിക്കോട് ടൗൺ ഫറൂഖ് കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന PKT ബസ്സാണ് മാറാടിനടുത്തുള്ള നടുവട്ടം കൈതപ്പറമ്പ് സ്വദേശിനി ഫൗസിയുടെ തലയിലേക്ക് കയറി ഇറങ്ങുന്ന അതിന്റെ ബസിന്റെ പിൻചക്രമാണ് ഒരു തലയിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബസ് അമിത വേഗതയിലും തെറ്റായ ദിശയിലുമാണ് ബസ് ഓടിച്ചു വന്നത് എന്നുള്ളത് ദൃക്സാക്ഷികൾ പറയുന്നു, കുട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഫൗസിയ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അവർ അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. തെറ്റായ ദിശയിൽ അതിവേഗതയിൽ അമിത വേഗതയിൽ വരികയായിരുന്ന ഈ PKT എന്ന് പറയുന്ന സ്വകാര്യ ബസ് ഇവരെ ഇടിക്കുകയും ഹെൽമറ്റ് പോലും അതിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച. ഹെൽമറ്റ് ധരിച്ചിട്ട് പോലും അവരുടെ തലയിലൂടെ ഈ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് കുട്ടികളാണ് ദൃക്സാക്ഷികളാകേണ്ടി വന്നത്. അപ്പൊ ആ ഭാഗത്തുനിന്ന് അയിമ വീണപ്പോ അയിമന്റെ തല നേരെ ബസിന്റെ അടിയിലേക്ക് വന്നു. അപ്പൊ ഹെൽമെറ്റ് നേരെ ബസിന്റെ ടയറിൽ ഹെൽമെറ്റിന്റെ മുകളിൽ കൂടെ കയറി അത് ചതഞ്ഞു. എന്നിട്ട് അയിമനെ വലിച്ചെടുത്ത് അത് കുറച്ച് നേരം ഇച്ചിരി 1, 2, 3, 4, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ അയിമന്റെ ഉള്ളിൽ നിന്ന് കുറെ രക്തമൊക്കെ ഒലിച്ച് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അയിമുണ്ടായത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇയാളെ നാട്ടുകാർക്ക് കിട്ടിയില്ല. പിന്നീട് പന്നിയങ്കര പോലീസ് എത്തിയാണ് നട് റൂട്ടിൽ നിർത്തിയിട്ടിരുന്ന ഈ ബസ് റോഡിൽ നിന്നും നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.